കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വയനാട് ജില്ലയിലെ പള്ളിക്കുന്ന് ദേവാലയത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കേരളത്തിലുള്ളവരും കേരളത്തിന് പുറമേ നിന്നുള്ളവരും വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലേക്ക് ബസ് കയറുക. അവിടെ നിന്നും 5 മിനിറ്റ് ഇടവിട്ട് KSRTCയും പ്രൈവറ്റ് ബസ്സും ഇങ്ങോട്ട് സർവീസ് നടത്തുന്നു. ഇനി പള്ളിയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1908 ഫ്രഞ്ചുകാരനായ ഫാദർ ജെഫ്രീനോ ആണ് ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചത്. ലൂർദ് മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ പള്ളി കോഴിക്കോട് രൂപതയുടെ കീഴിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്ന ഈ സ്റ്റാറ്റു ഫാദർ ജെഫ്രീനോയുടെ സഹോദരി ലൂർദിൽ നിന്നും മാതാവിൻ്റെ ഒരു സ്റ്റാറ്റു ഉണ്ടാക്കുകയും കപ്പൽ മാർഗം കൊച്ചിയിലെത്തിക്കുകയും അവിടെ നിന്ന് അന്നത്തെ വാഹനമായ കാളവണ്ടിയിലൂടെ വയനാട്ടിലെത്തിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ ശബരിമല എങ്ങനെയാണോ അതുപോലെയാണ് വയനാട്ടുകാർക്ക് ഈ പള്ളി. 10,000-കണക്കിന് ആളുകളാണ് ഈ മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പെരുന്നാൾ ദിവസങ്ങളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടദിവസങ്ങളിൽ വന്ന് നമ്മുടെ അപേക്ഷകളും വിഷമങ്ങളും മാതാവിനെ സമർപ്പിക്കാൻ കഴിവതും ശ്രമിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആചാരമാണ് തലയിൽ കല്ല് ഏറ്റി പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കുക എന്ന് പറയുന്നത്. കല്യാണം നടക്കുവാനും ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുവാനും വിദേശത്ത് ജോലി ലഭിക്കുവാനും കുഞ്ഞുങ്ങളുണ്ടാകാനും തലയിൽ കല്ലേറ്റി പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ച് മാതാവിനോട് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ അത് സാധിച്ചു തരുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. വിവിധ റീജിയനിലുള്ള ആരാധനാക്രമങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. റോമൻ കാത്തലിക്, മലങ്കര കാത്തലിക്, യാക്കോബൈറ്റ് എന്നീ കുർബാനക്രമങ്ങളും ഇവിടെ നടത്താറുണ്ട്. അതുപോലെ തന്നെ പലതരം ഭാഷകളിൽ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് എന്നീ ഭാഷകളിലും ഇവിടെ കുർബാനകൾ നടക്കാറുണ്ട്. അതുപോലെ തന്നെ 50-ൽ പരം ആദ്യ കുർബാന, മാമോദിസ, വിവാഹം എന്നിവയും ഇവിടെ ഒരൊറ്റ ദിവസം കൊണ്ട് നടത്തുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പള്ളിയുടെ പുറകുവശത്തേക്ക് ചെന്നാൽ ഇതുപോലെ ഒരു ഫോട്ടോ ഗാലറി നിങ്ങൾക്ക് കാണാം. ലൂർദ് മാതാവിനോട് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഓരോ വിശ്വാസികളും ഇവിടെ പതിപ്പിച്ചിട്ടുള്ള ഈ ഫോട്ടോകൾ. ഈ ഫോട്ടോകൾക്ക് ഓരോന്നിനും ഓരോ കഥകളും പറയാനുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരി 2-ാം തീയതിയാണ് പെരുന്നാളിന് കൊടിയേറ്റം. 17 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ പെരുന്നാൾ. 10, 11, 12 തീയതികളിലാണ് ഏറ്റവും വലിയ പെരുന്നാൾ വരുന്നത്. ആ ദിവസങ്ങളിൽ ജനലക്ഷങ്ങളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ 3 ദിവസം ഉപവസിക്കുകയും അവരുടെ നേർച്ചയായി അരിയും നാണ്യവിഭവങ്ങളുമാണ് ഇവിടെ നൽകാറുള്ളത്. ഇവിടെ നൽകുന്ന അരിയും നാണ്യവിഭവങ്ങളും ഇവിടുത്തെ ട്രൈബൽസിന് വേണ്ടിയാണ് ഈ പള്ളിയിലെ ആളുകൾ ഉപയോഗിക്കാറ്. പള്ളിയിലെ പെരുന്നാളിനോട് അനുബന്ധിക്കുന്ന ഒരു രസകരമായ കാഴ്ച എന്ന് പറയുന്നത് ഹിന്ദു ആചാരങ്ങളോട് സമാനമായ പല ആചാരങ്ങളും ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ അണിനിരക്കുന്ന പ്രദക്ഷിണവും വിവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നേർച്ചയും നേർച്ച ഭക്ഷണങ്ങളും എല്ലാം ഈ പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകതയാണ്. എൻ്റെ അറിവിൽ ഈ പള്ളിയിൽ മാത്രമാണ് ഗജവീരന്മാരെ എഴുന്നള്ളിപ്പിന് ഇരുത്തുന്നത് എന്ന് തോന്നുന്നു. മറ്റെവിടെയെങ്കിലും ഇതേമാതിരിക്കുള്ള ആചാരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇവിടെ നടത്തുന്ന ഓരോ പ്രാർത്ഥനകൾക്കും വലിയ പ്രാധാന്യമാണ് വിശ്വാസികൾ കണക്കാക്കുന്നത്. ഇവിടെ വരുന്ന ഓരോ വിശ്വാസിയെ ലൂർദ് മാതാവ് അനുഗ്രഹിക്കട്ടെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.